ഹായ് ഗായ്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് 100% നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് യാതൊരുവിധ കെമിക്കൽസും കൂടാതെ നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് വെച്ചിട്ടുള്ള ഒരു കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റ് വീഡിയോ ആണ് ഇന്ന് നിങ്ങളുമായി ഞാൻ ഷെയർ ചെയ്യുന്നത്. നമ്മൾ മിക്ക ആൾക്കാരും കുളിച്ച് വരുന്ന സമയത്ത് നമ്മുടെ മുടി നന്നായിട്ട് ഡ്രൈ ആയിട്ട് നമുക്ക് ഫീൽ ആകും കേട്ടോ. പക്ഷെ നിങ്ങൾ ഈ ഒരു ട്രീറ്റ്മെൻറ്റ് ഇപ്പം ഞാൻ ഇന്ന് കാണിക്കാൻ വന്ന ഈ ഒരു ഹോം മെയ്ഡ് കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റ് നിങ്ങൾ ചെയ്തു വരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മുടി നല്ല സിൽക്കി ആൻഡ് സോഫ്റ്റ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നതായിട്ട് കാണാൻ പറ്റും. കൂടാതെ നമുക്ക് മുടി കൊഴിച്ചിലുണ്ടെങ്കിൽ ആ ഒരു മുടി കൊഴിച്ചിലെല്ലാം മാറി മുടി നല്ല രീതിക്ക് തന്നെ വളരാനായിട്ട് നമുക്കിത് ഹെൽപ്പാക്കും. കൂടുതൽ നമ്മുടെ മുടി ഒന്ന് സ്ട്രൈറ്റൻ ചെയ്ത ലുക്ക് കൂടി നമുക്ക് കിട്ടുന്നതായിരിക്കും. ഇത് നമുക്ക് പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഒരുപോലെ ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഉപയോഗിക്കുന്ന സമയത്ത് ഫ്രഷ് ആയിട്ട് അപ്പോൾ തന്നെ വേണം ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അതുപോലെ തന്നെ ആഴ്ചയിൽ നമുക്കിത് 1-2 തവണ വീതം ചെയ്തു കൊണ്ടുവരാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ആദ്യം നമ്മുടെ റൈസ്, വേവിച്ചെടുത്ത റൈസ്, ഇച്ചിരി കഞ്ഞിവെള്ളം ഇതിനകത്ത് ഇരുന്നോട്ടെ, കുഴപ്പമില്ല. അപ്പോൾ ഇച്ചിരി ഈ ഒരു കൺസിസ്റ്റൻസിയിൽ അങ്ങ് റൈസ് എടുക്കാം. ഇനി നമുക്ക് വേണ്ടത് ഫ്ലാക്സ് സീഡിൻ്റെ ജെല്ലാണ്, ചണവിത്ത് എന്ന് പറയും കേട്ടോ. ഈ ഒരു ചണവിത്തിൻ്റെ ജെല്ല് എങ്ങനെ എടുക്കണം എന്നൊക്കെ ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് നമ്മൾ 2 ടേബിൾ സ്പൂൺ ചണവിത്ത് എടുക്കുക, ഈ ഒരു ഫ്ലാക്സ് സീഡ് എടുക്കുക, നല്ലവണ്ണം കഴുകിയതിന് ശേഷം 1 കപ്പ് വെള്ളത്തിനകത്തിട്ട് 1-1.5 കപ്പോളം വെള്ളം എടുക്കുക. എന്നിട്ട് അതിനകത്തിട്ട് നന്നായിട്ട് തിളപ്പിച്ച് കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കാണുന്ന ആ ഒരു ജെൽ കൺസിസ്റ്റൻസി ആയിട്ട് നമുക്ക് കിട്ടും കേട്ടോ. ഈ ഒരു ഫ്ലാക്സ് സീഡിനകത്ത് ധാരാളമായിട്ട് omega-3 ഫാറ്റി ആസിഡ് അടങ്ങിയത് കൊണ്ട് തന്നെ നമുക്ക് ഹെയർ ഫാൾ നല്ല രീതിക്ക് തന്നെ കൺട്രോളായിട്ട് നമ്മുടെ മുടി നല്ല സൂപ്പറായിട്ട് ഇരിക്കാനായിട്ടും നമുക്കൊരു ഈ ഒരു ഫ്ലാക്സ് സീഡിൻ്റെ ജെല്ല് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇത് 2 കാര്യങ്ങളാണ് ഞാനിവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. ഒരെണ്ണം നമ്മുടെ റൈസാണ്, നമ്മുടെ റൈസ് വേവിച്ചെടുത്തിട്ടുള്ളത് കേട്ടോ. കൂടുതൽ ആ ഒരു കഞ്ഞിവെള്ളം കൂടിയുണ്ട്, ആ രീതിക്ക് വേണം നിങ്ങൾ എടുക്കാനായിട്ട്. മൂന്നാമതായിട്ട് ഒരാളെ കൂടി ഇതിനകത്തേക്ക് ഉൾപ്പെടുത്താനുണ്ട്. അത് ഞാൻ വഴിയെ പറഞ്ഞു തരാം എന്താണെന്നുള്ളത്. ഇപ്പം നമുക്കിത് 2 മാത്രം മതി. ഇനി നമ്മളിത് 2 കൂടി ചേർത്ത് അങ്ങ് മിക്സി ബൗളിനകത്തിട്ട് അങ്ങ് അടിച്ച് പേസ്റ്റാക്കി കൊണ്ടുവരണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഒരുപാട് ലൂസായിട്ട് ഇങ്ങനെ ഒഴുകി പോകാനും പാടില്ല, എന്നാൽ ഒരുപാട് തിക്കാവാനും പാടില്ല. നമ്മളിത് 1 മണിക്കൂറോളമാണ് നമ്മുടെ തലയിൽ, നമ്മുടെ മുടിയിലും ആയിക്കോട്ടെ സ്കാൽപ്പിലും നമുക്കിത് അപ്ലൈ ചെയ്യാം കേട്ടോ. ഒരു പ്രശ്നവുമില്ല. നമുക്ക് പൊതുവേ നമ്മൾ ബ്യൂട്ടി പാർലറൊക്കെ പോയിട്ട് ഈ ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത്, കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കത് അവർ സ്കാൽപ്പിൽ ചെയ്ത് തരത്തില്ല, ഹെയറിൽ മാത്രമേ ചെയ്യുള്ളൂ. കെമിക്കൽ ആയതുകൊണ്ടാണ് കേട്ടോ അത്. അപ്പോൾ നമ്മുടെ സ്കാൽപ്പിന് ഡാമേജ് ചെയ്യും. പക്ഷെ നമ്മുടെ ഈ ഒരു ട്രീറ്റ്മെൻറ്റിനകത്ത് ആ ഒരു പ്രശ്നം വരുന്നില്ല. നമുക്ക് സ്കാൽപ്പിലും അപ്ലൈ ചെയ്യാം, ഹെയറിലും അപ്ലൈ ചെയ്യാം. അപ്പോൾ അതിൻ്റെ പേരിൽ നമ്മളിത് 1 മണിക്കൂറോളം നമ്മൾ തലയിൽ വെക്കുന്നത് കൊണ്ട് തന്നെ ഒത്തിരി അങ്ങ് തിക്കാവാനും പാടില്ല, എന്നാൽ ഒത്തിരി അങ്ങ് ലൂസാവാനും പാടില്ല. ഒരു മീഡിയം ലെവലിൽ വേണം നിങ്ങൾ എടുക്കാനായിട്ട് കേട്ടോ. ഇത് കണ്ടില്ലേ, ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നിങ്ങളിതങ്ങ് അരച്ച് പേസ്റ്റാക്കി കൊണ്ടുവരാനായിട്ട്. ഒരുപാട് തിക്കാവാനും പാടില്ല, എന്നിട്ട് ഒരുപാട് ലൂസാവാനും പാടില്ല. ഈ ഒരു കൺസിസ്റ്റൻസി തന്നെ മതിയാകും കേട്ടോ. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ അരിപ്പ് ഉപയോഗിച്ചിട്ടൊന്ന് ഫിൽറ്റർ ചെയ്ത് കൊണ്ടുവരാം. നമുക്കിതിനകത്ത് ചോറിൻ്റെ എന്തെങ്കിലും പിശടുണ്ടെങ്കിൽ അതൊന്ന് മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് അങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ അരിപ്പ് ഉപയോഗിച്ച് ഫിൽറ്റർ ഒന്നും ചെയ്യുന്നില്ല, ഇതേപടി അങ്ങ് ഉപയോഗിക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ കഴിഞ്ഞിട്ടില്ല, നമ്മൾ ഇതിനകത്തേക്ക് ഒരാളെ കൂടി ചേർത്തതിന് ശേഷമാണ് ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പോൾ അത് വേറെ ഒന്നുമല്ല, നമ്മുടെ ഷംനൂസ് ഓർഗാനി ഹെർബൽ ബീറ്റഡ് നോർമൽ ആലോവേറ ജെല്ലാണ് ചേർക്കുന്നത്. ഏകദേശം 1 ടേബിൾ സ്പൂണോളം ഞാൻ ഇതിനകത്തേക്ക് ചേർക്കുന്നുണ്ട് കേട്ടോ. ഇത് നല്ലവണ്ണം അങ്ങ് മിക്സാക്കി കൊണ്ടുവരാം. മിക്സാക്കിയതിന് ശേഷമാണ് ഞാനിത് എൻ്റെ മുടിയിൽ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അപ്ലൈ ചെയ്യാനൊക്കെ മുന്നായിട്ട് നമ്മുടെ മുടിയിൽ എണ്ണ അധികം വേണ്ട കേട്ടോ. ഇച്ചിരി അങ്ങ് തൊട്ട് പുരട്ടിയാൽ മാത്രം മതിയാകും, ഒത്തിരി അങ്ങ് എണ്ണേൻ്റെ ആവശ്യമില്ല. അപ്പോൾ നമുക്കതൊന്ന് തൊട്ട് പുരട്ടിയതിന് ശേഷം നമ്മുടെ മുടിയിലേക്കും തന്നെ അതുപോലെ നമുക്ക് സ്കാൽപ്പിലും നമുക്കിത് അപ്ലൈ ചെയ്യാം കേട്ടോ. നമുക്കിങ്ങനെ ലെയറായിട്ട് എടുത്തതിന് ശേഷം വേണം ഇത് അപ്ലൈ ചെയ്യാനായിട്ട്. ഒരു ബ്രഷ് ഉപയോഗിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഈസി ആയിരിക്കും. കൈവച്ച് ചെയ്യുന്നതിനേക്കാളും ഒരു നമ്മുടെ മുടിയിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബ്രഷ് ഉപയോഗിച്ചിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ ഒരു കൂട്ട് സ്കാൽപ്പിലും ഹെയറിലും ഒരുപോലെ തന്നെ അപ്ലൈ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്ലൈ ചെയ്തതിന് ശേഷം ആരും തന്നെ മുടി ചുറ്റി വെക്കരുത്, മുടി കൊണ്ട് ചുറ്റി വെക്കുക എന്ന് പറയുന്നത് ആരും ചെയ്യരുത് കേട്ടോ. ഒരു ഷവർ ക്യാപ്പ് ഉപയോഗിച്ചിട്ട് ഒന്ന് ക്യാപ്പ് ചെയ്ത് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക, ആരും മുടി ചുറ്റി വെക്കരുത്. എന്നതിന് ശേഷം 1 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം വേണം ഇത് കഴുകിക്കളയാനായിട്ട്. കഴുകുന്ന സമയത്ത് നിങ്ങൾക്ക് മൈൽഡായിട്ടുള്ള ഷാമ്പു ഉപയോഗിച്ച് കഴുകിക്കളയാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഈ രീതിക്ക് ആഴ്ചയിൽ നിങ്ങൾ 1 അല്ലെങ്കിൽ 2 തവണ വീതം ചെയ്തു വരാവുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്കുണ്ടായിട്ടുള്ള മാറ്റം താഴെ കമൻറ്റ് ബോക്സിൽ ആഡ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇനി ഒരു പുതിയ വെറൈറ്റി വീഡിയോയുമായി വരുന്നവരേക്കും ടാറ്റാ ബൈ ബൈ ഫ്രം ഷംന.